ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നൊളീന റൊക്രവേറ്റ എന്നൊരു പ്ലാന്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് നട്ട് സൂക്ഷിക്കാവുന്നതാണ്. അത് നല്ല ഹൈറ്റിലൊക്കെ പോകുന്നതാണ്. ഒരു 5 മീറ്ററോളം ഹൈറ്റിലൊക്കെ വളർന്നു വരുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ചുവട് നല്ല ബൾബ് പോലെ ഉരുണ്ട് വലിയ വലിപ്പത്തിൽ വരുന്നതാണ്. അപ്പോൾ വലിയ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു 2-3 ആൾക്കാർക്ക് അതിനകത്ത് കയറി ഇരിക്കത്തക്ക രീതിയിൽ അത് നമ്മൾ വെട്ടി വൃത്തിയാക്കി ആൾ കയറത്തക്ക രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ 1-2 ആൾക്കാർക്ക് കയറി ഇരിക്കത്തക്ക രീതിയിൽ അത്രയും വളർന്നു വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ചെടിച്ചട്ടിയിൽ നമുക്ക് നടാം, അതുപോലെ തറയിൽ നട്ടാലേ അത്രയും വലിപ്പത്തിൽ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനും മറ്റു കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പായി നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ ഒരു കുല ഇങ്ങനെ പൂത്ത് വരും. കൈതയിലൊക്കെ ഉള്ളതുപോലെ വലിയ ഹൈറ്റിൽ നമ്മൾ കറ്റാർ വാഴയുടെ മുള്ളുള്ള ടൈപ്പുകളുണ്ട്. അപ്പോൾ അതിൽ വരുന്നത് പോലെ വലിയൊരു പൂവാണ് ഇതിൽ വരുന്നത്. പൂ കാണാൻ വലിയ മെച്ചമൊന്നും അല്ലെങ്കിലും നിറയെ തൈകൾ ഉണ്ടാകും, 100 കണക്കിന് തൈകൾ അതിന് ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് എടുത്ത ഒരു തൈയുടെ ചിറവാണ് ഇത്. അപ്പോൾ എനിക്ക് ഇവിടെ നേരത്തെ ഒരു പ്രാവശ്യം പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും എനിക്കിവിടെ പൂത്തതിലുള്ള ചെടിയല്ല, ഇത് ഞാൻ വാങ്ങി വെച്ചതാണ്. ഇത് ചെറിയ ചെടി തന്നെ, വളരെ കുഞ്ഞു ചെടിക്ക് തന്നെ 50 രൂപ റേറ്റ് വില ഉണ്ട്. ഇതിന് 200 രൂപ വില കിട്ടും ഈ ചെടിക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റ് എൻ്റെ ഗാർഡനിൽ നിൽപ്പുണ്ട്, അതായത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ അവസാനം കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് നമുക്കിതിന് അത്യാവശ്യം 1-2 ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ലീഫ് നമുക്ക് കെട്ടുന്നതിലേക്കൊക്കെ, അതായത് ഈ ചെടികൾ ഇങ്ങനെ ചരിഞ്ഞ് വളരുന്ന ചെടികളൊക്കെ നിവർത്തി പിടിച്ച് കെട്ടി കൊടുക്കുന്നതിലേക്ക് നല്ല ബലമുള്ളൊരു ചരട് പോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അറ്റത്ത് വളരെ ഷാർപ്പായിട്ടുള്ള ചെറിയ മുള്ളുകൾ പോലത്തെ ഒരു ഇതുണ്ട്. ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ടാണ് പിടിക്കുന്നതെങ്കിൽ കൈ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇങ്ങോട്ടാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്. അത് കണ്ടില്ലേ, നല്ല ബലമുള്ളൊരു സാധനമാണ്. കണ്ടില്ലേ, അങ്ങനെ എളുപ്പമൊന്നും പൊട്ടിപ്പോകുന്നതല്ല. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കുരുമുളക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലൈമ്പിംഗ് പ്ലാന്റുകൾ ഇതെല്ലാം നമുക്ക് കെട്ടിക്കൊടുക്കാവുന്ന ഒരു ചരടായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് കാണാം. ഇതാണ് എൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ചെടി. ഇത് ഒരു 10 വർഷത്തോളം, 10 വർഷമല്ല, ഒരു 12 വർഷത്തോളം പ്രായം ഉണ്ട് ഇതിന്. അപ്പോൾ ഇനി എളുപ്പം വളർന്ന് വരും. ഇതിൻ്റെ ചൂടൊക്കെ വലിപ്പത്തിലായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഷേപ്പിന് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് തുറന്ന് അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് പോകത്തൊന്നുമില്ല. വലിപ്പം അല്ല, ആത്മകലം എന്ന് പറഞ്ഞ നഴ്സറിയിൽ ഞാൻ പോയി കണ്ടു. ഇത്രയും വലിപ്പമുള്ള വലിയ ഒരു ഇത് നിൽപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ കട്ട് ചെയ്ത് ഒക്കെ വിട്ടിരിക്കുകയാണ്. ആൾക്കാർ കയറിയിരിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചയ്ക്ക് നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ അവർ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ ഞാനത് കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് ഏത് മണ്ണിലായാലും ഇത് വളർന്നു വരുന്നതാണ്. അപ്പോൾ എങ്കിലും നമ്മളൊരു ചെടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ നടുമ്പോൾ ഇതിൽ സാധാരണ എല്ലാ ചെടികൾക്കും ചെയ്യുന്ന പോലെ മണലും ചാണകപ്പൊടിയും ഇട്ട് നമുക്ക് നടാം. വലിയൊരു കുഴിയെടുത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ, അതായത് ഒരു 2 അടി വീതി, 2 അടി നീളം, 2 അടി താഴ്ചയിലും നമ്മളെടുത്ത് നല്ല രീതിയിൽ നട്ട് കഴിഞ്ഞാൽ ഇത് ഒരു 3 വർഷം കഴിയുമ്പോൾ തന്നെ ഈ പ്ലാന്റിൻ്റെ വലിപ്പത്തിൽ വരും. ഞാൻ ഈ ചെറിയ ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് വളരാതെ നിൽക്കുന്നത്. ഇത് രണ്ടും ഒരുമിച്ചുള്ള പ്ലാന്റാണ്. ഞാൻ നേരത്തെ കാണിച്ചത് ആ തറയിൽ നിൽക്കുന്ന പ്ലാന്റും ഇത് ഒരുമിച്ചുള്ള പ്ലാന്റാണ്. ഞാനിങ്ങനെ ബോൺസായി പോലെ അങ്ങനെ വളർത്തിയെടുക്കുന്നതുകൊണ്ട് ഇത് ഞാൻ 6 മാസം 8 മാസം ആകുമ്പോൾ ഇതിനെ പിഴുത് വീണ്ടും ഈ മണ്ണ് മാറ്റി അത്യാവശ്യം പേര് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും വെച്ച് കൊടുത്താൽ, അപ്പോൾ അങ്ങനെ ഞാൻ റിപ്പോർട്ട് ചെയ്ത ഒരു ചെടിയാണ്. ഇതിപ്പം വെച്ചിട്ട് 1 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മുടെ തോട്ടത്തിലൊക്കെ വളർത്താം. നഴ്സറിയുടെ സൈഡിൽ വേണമെങ്കിൽ വയ്ക്കാം, അതല്ലെങ്കിൽ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിലായാലും നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഇതിന് ചാണകം ഉണക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ആട്ടുംകാട്ടം ഉണക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തഴച്ച് വളരുന്നതാണ്. അതുപോലെ നമുക്ക് അത്യാവശ്യം രാസവളവും നൽകാം. 17 കോംപ്ലക്സ് ഒരു സമയത്തിടാം. അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞതിന് ശേഷം ഫാക്ടംബോസ് വളരെ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളം ആവശ്യമാണ്. വെള്ളം ഇല്ലെങ്കിൽ നിന്നോളും, എങ്കിലും വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പം ഈ ബൾബ് വളർന്നു വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ തൈകൾ മിക്കവാറും എല്ലാ നഴ്സറികളിലും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതൊരു ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പുല്ല് വെച്ച് പിടിപ്പിക്കുന്നതിനിടയിൽ വെച്ച് നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.